ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. പുതിയ ISL സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഉള്ളത്. ഡിസംബർ മാസത്തിൽ ISL ആരംഭിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ മാസമാണ് ഇപ്പോൾ സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്. സൂപ്പർ കപ്പിന്റെ ആവേശം കഴിയുന്നതോടുകൂടി എല്ലാവരും ISLന്റെ ആവേശത്തിലേക്കാണ് പ്രവേശിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് IFTWCയുടെ മാധ്യമ പ്രവർത്തകനായ റജിൻ ടി ജയ്സ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ISL ക്ലബ്ബായ മുഹമ്മദൻ SC അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: മുഹമ്മദൻ SC അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അതായത് ഈ ആഴ്ച ഒരു പ്രസ് കോൺഫറൻസിലൂടെ എല്ലാ ഒഫീഷ്യൽസും രാജിവെക്കാനുള്ള ഒരുക്കത്തിലാണ്. ടെക്നോ ഇന്ത്യ ഗ്രൂപ്പുമായി ചർച്ചകൾ നടത്തിയിരുന്നു, എന്നാൽ അത് ഫലം കാണാതെ പോയിട്ടുണ്ട്. ഈ പുതിയ സീസണിൽ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും രാജിവെച്ചുകൊണ്ട് ഈ ക്ലബ്ബ് വിടുകയാണ്. ഒന്നുകിൽ ഈ ക്ലബ്ബ് അടച്ചുപൂട്ടും, അതല്ലെങ്കിൽ ISLൽ നിന്നും പിന്മാറി ഏതെങ്കിലും ഒരു താഴ്ന്ന ഡിവിഷനിൽ അവർ കളിക്കും. ഈ രണ്ട് ഓപ്ഷനുകളാണ് അവരുടെ മുന്നിൽ ഉള്ളത്. ഇതൊക്കെയാണ് റജിൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സമീപകാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ അലട്ടിയ ഒരു ക്ലബ്ബാണ് മുഹമ്മദൻ SC. താരങ്ങൾക്ക് സാലറി നൽകാത്ത ഒരു കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല താരങ്ങളും ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു. മാത്രമല്ല ഫിഫയുടെ ഒരു വിലക്ക് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇനിയുള്ള 3 ട്രാൻസ്ഫർ ജാലകങ്ങളിൽ പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അത് നേരത്തെ പുറത്തേക്ക് വന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പുതിയ ഒരു ഇൻവെസ്റ്ററെ കണ്ടെത്താനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുഹമ്മദൻ SC ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും വരുന്ന ISLൽ മുഹമ്മദൻ SC ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഒന്നുകിൽ അടച്ചുപൂട്ടും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താഴ്ന്ന ഡിവിഷനിലേക്ക് അവർ പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.